ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അറേബ്യൻ ഡിഷായ ഫിഷ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ട്രഡീഷണൽ രീതിയിലാണ് ഈ മന്തി ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. 2 മീഡിയം സൈസുള്ള ഷാരി ഫിഷിനെ കൊണ്ടാണ് മന്തി റൈസ് തയ്യാറാക്കുന്നത്. 2 ഓണിയൻ സ്ലൈസ് ചെയ്തത്, ഒരു 15 അല്ലി ഗാർലിക്, പിന്നെ അടുത്തതായി വേണ്ടത് ബസ്മതി റൈസ് ആണ്. 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചതാണ്. പിന്നെ അടുത്തതായി വേണ്ടത് ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, ജിഞ്ചർ, ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ, ഒരു 2 ചില്ലി ചോപ്പ് ചെയ്തതും ഒരു 8 ചില്ലി കട്ട് ചെയ്യാത്തതുമാണ് എടുത്തത്. ഇനി നമുക്ക് ഫിഷിന്റെ മാരിനേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി അറബിക് മസാല എടുക്കാം. 1 ടേബിൾ സ്പൂൺ അറബിക് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഫിഷിൽ നന്നായി മാരിനേഷൻ ചെയ്ത് വെക്കാം. എല്ലാ വശത്തും നന്നായി മാരിനേഷൻ ചെയ്യണം. റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഉള്ള സ്പൈസസ് ആണ് പട്ട, ഗ്രാമ്പു, ഏലക്ക, സാജീരകം, ബേ ലീഫ്, ഡ്രൈ ലെമൺ. ഇനി നമുക്ക് ഒരു പാൻ ചൂടായതിനു ശേഷം ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഓണിയൻ സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. 2 ഓണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ആവശ്യമുള്ള സോൾട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ മുഴുവനായിട്ടുള്ള ചില്ലി, അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു 6 ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ചില്ലി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോന്ന് 1/2 ടൊമാറ്റോ ഇതിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചതായിരുന്നു, അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അറബിക് മസാലയും മന്തി മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല ചൂടുവെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നല്ല ഹോട്ട് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ലെമണും കൂടി പിഴിഞ്ഞു കൊടുക്കാം. ഒരൽപ്പം സോൾട്ട് കുറവായിരുന്നു, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓൾസ് ഉള്ള ബൗളാണ് ആ പാനിൻ്റെ മുകളിൽ. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഗാർലിക്കും ഒരൽപ്പം ഓണിയനും കൂടി ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ഫിഷും കൂടി വെച്ച് കൊടുക്കാം. ഫിഷ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ ചില്ലി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഒരു ഫോയിൽ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി കവർ ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു അടപ്പ് കൊണ്ട് ഇതുപോലെ അടച്ചു വെക്കാം. അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഈ ഫിഷിന്റെ ഗ്രേവി എല്ലാം സ്റ്റീം ആവുന്നതോടെ ഇതിന്റെ ഗ്രേവിയൊക്കെ റൈസിലേക്ക് ഇറങ്ങി നല്ല ഫ്ലേവർ വരും. ഫിഷിന്റെ നല്ല ഫ്ലേവർ നമ്മുടെ റൈസിനും കൂടി കിട്ടും. ഫിഷും കുക്കായി വന്നിട്ടുണ്ട്, അതുപോലെ നമ്മളെ റൈസും കുക്കായി വന്നിട്ടുണ്ട്. ഇനി റൈസ് ഒന്ന് മാറ്റി വെക്കാം. ഓരോ ഫിഷും ഇതുപോലെ ഫോയിലിലേക്ക് വെച്ച് നന്നായി കവർ ചെയ്തെടുത്തതിന് ശേഷം 200 ഡിഗ്രി സെൽഷ്യസിലുള്ള ഓവനിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി റൈസ് നമുക്കൊന്ന് ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ചാർക്കോൾ കത്തിച്ചതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇത് പ്ലേറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പാത്രം നമുക്കൊന്ന് തിരിച്ച് ഇതേപോലെ നമുക്ക് മറിച്ചിടാം പ്ലേറ്റിലേക്ക്. അതിൻ്റെ ഒരു സാലഡാണ് ഇത്. നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇനി നമുക്ക് ഫിഷ് ഈ റൈസിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫിഷൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.